എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ രാജേഷ് നമ്പിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ നടത്തിയ സമരം അവസാനിപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എയർ ഇന്ത്യ അധികൃതരുമായി ചർച്ച നടക്കും. നമ്പി രാജേഷിന്റെ മൃതദേഹം കരമനയിലെ വീട്ടിലേക്ക് എത്തിച്ചു. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം അവിടെ നിന്ന് വീട്ടിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ് ആ കുടുംബത്തെ സംബന്ധിച്ച്. ഇത്രയധികം വേദനയ്ക്കും പ്രയാസങ്ങൾക്കിടയിലും ആ മൃതദേഹവുമായി പ്രതിഷേധിക്കേണ്ടിയൊക്കെ വരിക എന്ന് പറയുന്നത് താങ്ങാൻ പോലും കഴിയാത്തത്ര ആഘാതം ഉണ്ടാക്കുന്നുണ്ടാകും. ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് നമ്പി രാജേഷിന്റെ വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ പ്രതിഷേധത്തിന് ശേഷം ഇദ്ദേഹം വീട്ടിലേക്ക് എത്തുക. എയർലിയുടെ ഓഫീസിന് മുന്നിലായിരുന്നു ഇവർ പ്രതിഷേധിച്ചത്. പക്ഷേ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനാവില്ല എന്നും തങ്ങളുടെ കമ്പനി അല്ല എന്നുള്ളൊരു മറുപടിയാണ് എയർ ഇന്ത്യ നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ വിമാന ജീവനക്കാരാണ് പണിമുടക്കിയിരുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് പ്രതിഷേധിച്ച ഓഫീസ് മാറി എന്നുള്ളതാണ് അവിടെ നിന്നും അവർ അറിയിച്ചത്. അതിനുശേഷം മൃതദേഹം അവിടെ നിന്നും പിന്നീട് വീട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. കരമനയുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ എന്തായാലും വീട്ടിനുള്ളിൽ മൃതദേഹം കിടത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ വീടിന് പുറത്തേക്ക് മൃതദേഹം കൊണ്ടുവരും. പുറത്തു നിൽക്കുന്ന ആളുകൾക്കടക്കം മൃതദേഹം കാണാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമാകും ശാന്തി കവാടത്തിലേക്ക് സംസ്കാരത്തിനായി മൃതദേഹം കൊണ്ടുപോവുക. നേരത്തെ ആര് പറഞ്ഞതുപോലെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവരുടെ കുടുംബാംഗങ്ങളുമായി മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമാക്കുന്നത്. അവിടെ പ്രതിഷേധം നടന്ന സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതർ ഇവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം, ആ നഷ്ടം നികത്തുന്നതിന് ആവശ്യമായ നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുവരെയും ഈ മൃതദേഹം സംസ്കരിക്കാൻ ഇവിടേക്ക് കൊണ്ടുവന്നാൽ പോലും താൻ ഇവിടെ കുത്തിയിരിക്കും എന്നുള്ളൊരു നിലപാടായിരുന്നു ഈ അമൃതയുടെ, അതായത് രാജേഷിന്റെ ഭാര്യയുടെ പിതാവ് സ്വീകരിച്ചിരുന്നത്. പിന്നീട് അവരുമായി സംസാരിച്ച ശേഷമാണ് അവിടെ നിന്ന് പ്രതിഷേധം അവസാനിപ്പിച്ച മൃതദേഹവും കുടുംബാംഗങ്ങളും ഇവിടേക്ക് എത്തിയത്. എന്തായാലും സംസ്കാരത്തിന് ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ്. ശരി അമൽ. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്, ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് കരമനയിലെ നമ്പി രാജേഷിന്റെ വസതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. പക്ഷെ അവസാനമായി അമൃതയ്ക്ക്, നമ്പി രാജേഷിന്റെ ഭാര്യയ്ക്കൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അമൽ, നേരത്തെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിലൊക്കെ പ്രതിഷേധിച്ചിരുന്നു. പോലീസും അധികൃതരും ഒക്കെ ഇടപെട്ടാണ് ഒരു പരിഹാരം, ഒരു സമവായത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി എന്ത് എന്ന രീതിയിലാണ് ഒരു ധാരണയിലേക്ക് എത്തിയത്. കുടുംബം ഇപ്പോഴും നേരത്തെ ആൻജിയോപ്ലാസ്റ്റി അടക്കം കഴിഞ്ഞ് ചികിത്സയിലിരിക്കുകയായിരുന്നു നമ്പി രാജേഷ് മസ്കറ്റിൽ. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ശുശ്രൂഷകളും മറ്റും നടത്തി വന്നിരുന്നത് സുഹൃത്തുക്കളായിരുന്നു. അപ്പോഴായിരുന്നു അമൃത ഇവിടെ നിന്നും രാജേഷിന്റെ ശുശ്രൂഷകൾക്കായി അവിടേക്ക് പോകാം എന്നുള്ളത് തീരുമാനിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായി എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർ പണിമുടക്കുകയും വിമാന സർവീസുകൾ തുടർച്ചയായി മുടങ്ങുകയും ചെയ്തു. 8-ാം തീയതിയാണ് മസ്കറ്റിലേക്ക് പോകാനായി അമൃത തയ്യാറെടുത്ത് അവിടെ എത്തിയത്. വിമാനത്താവളത്തിൽ എത്തുമ്പോഴാണ് വിമാനമില്ല എന്ന വിവരം അറിയുന്നത്. പിറ്റേ ദിവസം എല്ലാം ശരിയാക്കി നൽകാമെന്നുള്ള മറുപടി നൽകി അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. 9-ാം തീയതി ചെല്ലുമ്പോഴും വിമാന സർവീസുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ പിന്നീട് മറ്റു സാധ്യതകൾ പരിശോധിക്കാതെ ഇവർ ആ യാത്ര റദ്ദാക്കി. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന രാജേഷിന് ഈ രോഗം കൂടുതൽ കുഷിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുമാണ് ചെയ്തത്. തങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ചികിത്സകൾ നൽകാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്നുമാണ് കുടുംബം പറയുന്നത്. തങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ ഇല്ലാതെ പോയതാണ്
നമ്പി രാജേഷിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇവർ പറയുന്നു. അപ്പോൾ അവർക്കുണ്ടായത് കുടുംബത്തിലെ അവരുടെ അത്താണിയായിരുന്ന ആളുടെ നഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രധാനപ്പെട്ട ആവശ്യം. ആ വിഷയത്തിൽ ഈ സംസ്കാര ശേഷം ഒരു ചർച്ചയാകാം എന്നുള്ളതാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഏത് തരത്തിലുള്ള ചർച്ച അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആവശ്യം എന്നുള്ളതൊന്നും ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. ഈ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകാം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിന് സമാനമായി തന്നെയുള്ള ഒരു അവസ്ഥ മുംബൈയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതും ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പണിമുടക്കം മൂലം ഉണ്ടായ ഒരു മരണമായിരുന്നു. പക്ഷേ ആ വിഷയത്തിലും ഇതുവരെയും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ സംസ്കാരത്തിന് മുൻപ് തീരുമാനം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. പക്ഷേ പോലീസ് അടക്കം ഇടപെട്ടുകൊണ്ട് അതിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി സമരം അവസാനിപ്പിച്ച് ഇവിടേക്ക് പോന്നിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ ആവശ്യമാണെങ്കിൽ തങ്ങൾ അതിന് മുൻപന്തിയിൽ നിൽക്കാം എന്നുള്ളതാണ് പോലീസ് കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. എന്തായാലും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. അതിനുശേഷമായിരിക്കും ഇവരുമായുള്ള കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാകുക. അതിന് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ കുടുംബത്തിൽ. ശരി, സംസ്കാരം നടക്കുന്നതിന് മുൻപ് പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ആദ്യം കുടുംബത്തിന്റെ നിലപാട്. പക്ഷേ പോലീസൊക്കെ ഇടപെട്ടാണ് ആ വിഷയത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയത്. ഇത് കഴിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ചർച്ച നടത്തുക. വളരെ വളരെ വൈകാരികമായ നെഞ്ചുലയ്ക്കുന്ന ഉള്ളു പിടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കരമനയിലെ നമ്പി രാജേഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയും കാഴ്ചയും ഒക്കെയാണ്. അമൃത ഏറെ ശ്രമിച്ചു നമ്പി രാജേഷിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി, പക്ഷേ സാധിച്ചില്ല. മുന്നറിയിപ്പില്ലാത്ത ഈ സമരം വലിയ രീതിയിൽ ജീവിതങ്ങളെ, മനുഷ്യരെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ, മുന്നറിയിപ്പില്ലാതെ സർവീസ് നിർത്തുന്നത് എത്രയോ മനുഷ്യരുടെ ജീവിതത്തെ, തൊഴിലിനെ എല്ലാം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഒരു തരത്തിലുള്ള കുലുക്കവും ഇല്ലാതെ നിൽക്കുകയാണ് അധികൃതർ. അമൽ, എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ? വീട്ടിലിപ്പോഴും പൊതുദർശനം തുടരുകയാണ്. കുടുംബാംഗങ്ങൾക്ക് കാണാൻ ആദ്യം വീടിനുള്ളിൽ അവസരമൊരുക്കിയിരുന്നു. അതിനുശേഷം പുറത്തേക്കിറക്കി മറ്റുള്ള ആളുകൾക്ക് കൂടി മൃതദേഹം കാണാനുള്ള അവസരമൊരുക്കും. അതിനുശേഷം 12 മണിയോടുകൂടി ശാന്തി കവാടത്തിലേക്ക് സംസ്കാരത്തിനായി മൃതദേഹം കൊണ്ടുപോകും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അത് 11 മണി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത്, മൃതദേഹം കൊണ്ടുവന്ന സമയത്താണ് കുടുംബാംഗങ്ങളിൽ ചിലർ ഈ വിഷയം ഇത്തരത്തിൽ സംസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുള്ള നടപടികളും ഉണ്ടാകാനിടയില്ല. അതിനാൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം എന്ന് ചിലർ ആവശ്യപ്പെട്ടു. അതേ തുടർന്നാണ് പിന്നീട് അവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്നും കരമനയിലെ നമ്പി രാജേഷിന്റെ വീട്ടിലേക്ക് വരും വഴിയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിനാലാണ് ഇത്രയും വൈകുന്നത്. ഇപ്പോൾ സമയം 11:15 കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു 3/4 മണിക്കൂർ കൂടി പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കുന്നത്. നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങളും മറ്റുമൊക്കെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെ പറഞ്ഞ മാത്രമല്ല, വലിയ തോതിൽ വാർത്തയായ വിഷയമായതിനാൽ തന്നെ ഈ നാടിന് നാനാഭാഗത്തു നിന്നുള്ള ആളുകളും അദ്ദേഹം കാണാനായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ എത്തിയാൽ വേഗത്തിൽ ആളുകൾക്ക് കണ്ടു മടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൗകര്യം ഈ വീടിനില്ല. വളരെ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു വേണം അകത്തേക്ക് പോകാൻ. അതിനാൽ തന്നെ ആളുകൾക്ക് കണ്ട് മടങ്ങി പോകുന്നതിന് വളരെയധികം സമയം എടുക്കുന്നുണ്ട്. അതിനാൽ ഈ 12 മണി എന്നുള്ളത് അല്പസമയം കൂടി നീളുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും 12 മണി എന്നുള്ളതാണ് മൃതദേഹം എടുക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന സമയം. ഏകദേശം 12:00 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഈ മൃതദേഹം ഇങ്ങനെ അധികം നേരം വെച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ മരണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിരിക്കും. മാത്രമല്ല, എംബാം ചെയ്ത് അവിടെ നിന്നും കൊണ്ടുവന്ന മൃതദേഹമാണ്. അത് സാധാരണ നിലയിൽ ICU സൗകര്യമുള്ള സംവിധാനത്തിലേക്കാണ് ഇവിടേക്ക് എത്തിക്കുന്നത് എങ്കിൽ ഇതിപ്പോൾ തുറന്ന് വെച്ചിരിക്കുന്ന മൃതദേഹമാണ്. അവിടെ പ്രതിഷേധം നടന്ന സമയത്തും അത് അത്തരത്തിലായിരുന്നു അവിടെ പുറത്തെടുത്ത് വെച്ചത്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ അടക്കം അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളും അതോടൊപ്പം തന്നെ ആംബുലൻസിൽ ഒപ്പം എത്തിയ ആളുകളും എല്ലാം ഇവിടെ ഈ മൃതദേഹം അധികം നേരം വെക്കുന്നത് ഉചിതമാകില്ല എന്നൊരു നിർദ്ദേശം കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ അവിടെ കുറച്ചു നേരം പ്രതിഷേധം തുടർന്നു. അതിനുശേഷം വീട്ടിലും ഇപ്പോൾ മൃതദേഹം തുറന്ന അവസ്ഥയിലാണുള്ളത്. അതിനാൽ അധിക സമയം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അധികം താമസിയാതെ അതിനാൽ തന്നെ ഇവിടെ നിന്നും ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. 12 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അതാണ് നിലവിലെ ഒരു തീരുമാനം. പക്ഷേ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി. അതുകൊണ്ട് ഒരു പൊതുദർശനം നീളുമോ എന്നറിയില്ല. നേരത്തെ അമല പറഞ്ഞതുപോലെ ഫ്രീസറിലല്ല മൃതദേഹമുള്ളത്. അത് നേരത്തെ പ്രതിഷേധിച്ചപ്പോഴായാലും ശരി, ഇപ്പോൾ വസതിയിൽ എത്തിച്ചപ്പോഴായാലും ശരി. അതുകൊണ്ട് അധിക നേരം വെച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ അമൽ പറഞ്ഞതുപോലെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു ചർച്ചയ്ക്ക് എയർ ഇന്ത്യ അധികൃതർ എന്ന് പറയാൻ പാടില്ല, കാരണം ഇവിടെയുള്ള ഓഫീസിലെ സ്റ്റാഫാണ്. അവർ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും കുടുംബം പ്രതീക്ഷയിലാണ്.
വലിയ രീതിയിലുള്ള വൈകാരികമായ രംഗങ്ങൾ, വേദനിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കരമനയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമല നേരത്തെ മുംബൈയിലെ സമാനമായ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ രീതിയിൽ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഒരു ചർച്ചയ്ക്കൊക്കെ ഉള്ള സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ കയ്യിൽ കൈ മലർത്തുകയല്ലാതെ എന്ത് മറുപടിയാണ്? കാരണം അവരുടെ വലിയ മാനേജ്മെന്റിന് പോലും കൃത്യമായ ഉത്തരം സർവീസ് റദ്ദാക്കുന്നതിനെ പറ്റി ബന്ധപ്പെട്ട് ഇതുവരെ നൽകാൻ കഴിയുന്നില്ല. കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇതിന് ശേഷം ചർച്ചയാകാം എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. ദേശീയ മാധ്യമങ്ങളിലടക്കം നിരന്തരമായി ഈ നമ്പിരാജേഷിന്റെ ഈ മരണ വിവരം വാർത്തയാകുന്നുണ്ട്. ഇത് ഇവിടെ മൃതദേഹം കൊണ്ട് എത്തിച്ച സമയത്തടക്കം ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം നിരവധി മാധ്യമങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ചർച്ചയായ വാർത്തയായ ഒരു വിഷയം അങ്ങനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പോലെ ഒരു വിമാന കമ്പനിയുടെ മാനേജ്മെന്റിന് കഴിയും എന്ന് തോന്നുന്നില്ല. അതിനാൽ തന്നെ അവർ കൃത്യമായ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിലായിരുന്നില്ല ഇവർക്ക് നിശ്ചയിച്ചത്, എയർ ഇന്ത്യയുടെ ഓഫീസിലായിരുന്നു. സ്വാഭാവികമായും തങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് അവിടുത്തെ ജീവനക്കാർ അറിയിച്ചപ്പോൾ തന്നെ ഇത് വാർത്തയായ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതരും ഇവരുടെ കുടുംബാംഗങ്ങളെ, ആ മാനേജ്മെന്റിൽ നിന്ന് കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. അതിൽ പ്രതിഷേധം തുടരേണ്ടതില്ല, സംസ്കാരം നടക്കട്ടെ, അതിനുശേഷം ചർച്ചയാകാം എന്നുള്ള കാര്യമാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ഇപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. പക്ഷേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ഇവർക്ക് ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇത് ഇത്തരത്തിൽ വാർത്തയായ നമ്പിരാജേഷിനേത് മരണം സംഭവിച്ചതുകൊണ്ടും അന്ന് അമൃതയെ അവിടെ ഈ മാധ്യമങ്ങൾ കണ്ടതുകൊണ്ടും അവിടെ അതിവൈകാരികമായി തന്റെ ഭർത്താവിന്റെ വിഷയം സംസാരിച്ചത് കൊണ്ടുമാണ് ഇതിങ്ങനെ ചർച്ചയായത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു വാർത്ത പോലും ആകാതെ പോകുന്ന ഒരു വിഷയമായി മാറിയേനെ. വിദേശത്ത് ഗൾഫിൽ മരിച്ച ഒരാളുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു വാർത്തയും ആകാതെ പോകുന്ന ഒരു വിഷയമായി മാറിയേനെ. അന്ന് അമൃതയുടെ ഒരു പ്രതികരണമാണ് ഇത്ര വലിയൊരു ചർച്ചയായ വിഷയമാക്കി ഈ ഒരു വിഷയം മാറാൻ കാരണമായത്. ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. എണ്ണിയാലൊടുങ്ങാത്തത്ര യാത്രക്കാരുടെ യാത്ര അന്ന് റദ്ദായിട്ടുണ്ട്. അതിൽ പല ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ എയർ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. അത് ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല സംസ്ഥാനങ്ങളിലായി ഇതുപോലെ പല വാർത്തയുടെ സംഭവങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഏത് തരത്തിൽ ഈ ഒരു പ്രശ്നത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റ് കാണും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും അവർക്ക് ഇവരെ കൈയൊഴിയാൻ കഴിയില്ല എന്ന കാര്യം സംശയം വേണ്ട. കാരണം ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ അടക്കമുള്ള ഇടപെടലുകൾ പല വിഷയത്തിൽ നിന്നും പല കോണുകളിൽ നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവർക്ക് കൃത്യമായൊരു നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ. ശരി, അത് തന്നെയാണ് കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അത് മാത്രമേ നമുക്കും പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ.